ബഹുമാനപ്പെട്ട ഷിബു ബേബി ജോൺ. സർ, സഭ നല്ലതുപോലെ കൂടാൻ സാധിച്ചതിലൊക്കെയുള്ള സന്തോഷം അങ്ങ് പ്രകടിപ്പിച്ചതിൽ ഞങ്ങൾ യോജിക്കുന്നു. സർ, അടുത്ത സമ്മേളനത്തിലെങ്കിലും കുറച്ച് ഈ വിസിറ്റേഴ്സിന്റെ ഒരു റെസ്ട്രിക്ഷൻ അങ്ങായിട്ട് ചെയ്യണം. പുതിയ MLA-മാരടക്കം നാട്ടിൽ നിന്ന് വരുന്നവരെ എല്ലാവരെയും കൊണ്ടുവരാൻ ചോദിക്കും. എനിക്കിന്ന് വോട്ടിങ്ങിന് എത്താൻ പറ്റിയില്ല സർ. ഓടി വരുന്ന കോറിഡോർ നിറച്ച് ആളുണ്ടായിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. വോട്ടിങ്ങിന്റെ ബെല്ലിന്റെ ഡ്യൂറേഷൻ കുറവായിരുന്നു. അങ്ങനെയുള്ള ഒരു സാഹചര്യമുണ്ട്. അങ്ങയുടെ ശ്രദ്ധയിൽ പെടുത്തിയെന്നേ ഉള്ളൂ. സാർ, അങ്ങ് സൂചിപ്പിച്ചത് നന്നായി. 10 കൊല്ലത്തിന് ശേഷം 22 മന്ത്രിമാരെ ഈ ട്രഷറി ബെഞ്ചിൽ കാണുന്നതിന് നമ്മൾ പ്രവർത്തകർക്ക് കിട്ടിയ ആദ്യത്തെ അവസരം എന്നുള്ള നിലയിൽ നമ്മുടെ വിസിറ്റേഴ്സ് കുറച്ച് കൂടുതലായിരുന്നു. ആര് വിചാരിച്ചാൽ അത് നിയന്ത്രിക്കാൻ കഴിയില്ല. ഞാൻ സ്പീക്കേഴ്സ് ഗാലറിയിൽ ഞാനൊരു ചെറിയ പ്രത്യേകത ചെയ്തിട്ടുണ്ട്. സ്പീക്കേഴ്സ് ഡെസ്ക് എന്ന് പറഞ്ഞ് ഒരു ചെറിയ ഡെസ്ക് അവിടെ തുടങ്ങാൻ പറഞ്ഞു. എന്നിട്ട് എന്നെ കാണാൻ വരുന്ന ആളുകളെ സെപ്പറേറ്റ് ചെയ്ത് അവർക്ക് ഒരു മഞ്ഞ പാസ് കൊടുത്ത് അതുവഴി കയറ്റുന്നതിന് വേണ്ടി അത്രയും സഹായമാണ് എനിക്ക് കൂടുതലായി ചെയ്യാനുണ്ടായിരുന്നത്. രണ്ടാമതൊരു കാര്യം കൂടിയുണ്ട്. നമ്മുടെ MLA-മാർ, പ്രത്യേകിച്ച് പുതിയ MLA-മാരാകുമ്പോൾ കൂടെ വരുന്ന കുറച്ച് കൂടുതൽ വിസിറ്റേഴ്സ് ഒക്കെ ഉണ്ടാകും. അവരെ നേരെ കൂടെ കയറിപ്പോരും. നമുക്കത് തടഞ്ഞു നിർത്താൻ കഴിയുന്നില്ല. അവർക്കും തടയാൻ പറ്റില്ല, നമുക്കും തടയാൻ പറ്റില്ല. കാരണം ആദ്യമായിട്ട് അവരൊരു ഉത്സവ പ്രതീതിയോടുകൂടി തിരുവനന്തപുരം കാണാം, MLA കാണാം, സഭയും കാണാം. അങ്ങനെ സന്തോഷത്തോടു കൂടി ഒരു ഉല്ലാസയാത്രയുടെ ഭാഗമായിട്ട് കൂടിയാണ് അങ്ങ് ഇവിടെ സൂചിപ്പിച്ച സാഹചര്യം ഉണ്ടായത്. അടുത്ത സഭ നിശ്ചയമായിട്ടും ഇതിനകത്ത് കുറച്ചുകൂടി പ്രായോഗികമായ നിയന്ത്രണം, ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, പ്രായോഗികമായ നിയന്ത്രണം ഉണ്ടാകും.